നമ്മുടെ കൊല്ലം ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും LDC എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. തിരക്കെടുത്തായിരുന്നു, കുഴപ്പമില്ലാണ്ട്. തീരെ ഈസി അല്ല, നല്ല ടഫും അല്ല. അല്ല, എത്ര കട്ട് ഓഫ് വരുമായിരിക്കും? കട്ട് ഓഫ് ഒരു 60 വരും. 60. ഓക്കെ. ഇംഗ്ലീഷ്, മലയാളം ആണെന്നോ എനിക്ക് കുറച്ച് ടഫ് അല്ലേ? മാത്സ് ഒക്കെ എളുപ്പമല്ലായിരുന്നു? എളുപ്പമായിരുന്നു. മലയാളം എളുപ്പമായിരുന്നു. GK ഭാഗത്ത് ഇംഗ്ലീഷാണ്. നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സബ്ജക്റ്റ് ടൈപ്പ് എല്ലാം അത്യാവശ്യം എളുപ്പമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, കുഴപ്പമില്ല. മാത്സ് ഒക്കെ ചെറിയ മോഡലിൽ വ്യത്യാസമുണ്ട്. GK ആണ് കുറച്ച് കടുപ്പിച്ചത്. പിന്നെ ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. GK കടുപ്പിച്ച് കട്ട് ഓഫ് എത്ര വരുമെന്ന് അറിയാമോ? 60-70 ഇടയ്ക്ക് അത്രയും വരും കട്ട് ഓഫ് അല്ലേ? ഉറപ്പാണ്. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ടഫ്. GK ഒക്കെ ഉണ്ടായിരുന്നു? എല്ലാം കടുപ്പായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എല്ലാം അതല്ലേ? കട്ട് ഓഫ് എത്ര പ്രതീക്ഷിക്കുന്നത്? 65-70. അത്രയും ടൈറ്റ് ആയതുകൊണ്ട് 65-70 തന്നെ കൊടുക്കുകയാണ്. എന്നിട്ടും ആണല്ലേ? അപ്പം ഏതൊരു ക്വസ്റ്റ്യനൊക്കെ തെറ്റുണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കൊല്ലം ജില്ലയായിരുന്നോ അതോ കണ്ണൂരായിരുന്നു? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് കുറച്ച് എനിക്ക് ലാഗായിട്ടാണ് തോന്നിയത്. കുറച്ച് സമയം പിടിക്കുന്നതായിട്ട് തോന്നി. മാത്സ്, ഇംഗ്ലീഷ് ആയിരുന്നു ഇതിലെ എളുപ്പം ഞാൻ പറയത്തില്ല. ഞാൻ കുറച്ച് എനിക്ക് പാടായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു, മലയാളം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബാക്കി 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ സത്യം പറഞ്ഞ പ്രോപ്പർ ഒരു കറണ്ട് അഫയേഴ്സ് എന്താണെന്നൊരു അറിയാനുള്ള ഒരു ഇത് നമുക്ക് പറ്റുന്നില്ല. അതിനകത്ത് കുറെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ജനറൽ GK വായിക്കുന്ന ഒരു ആഹത്താണ് ഞാൻ ഏതൊക്കെയാണ് കറക്റ്റ് കറണ്ട് അഫയേഴ്സ്, ഏതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയുള്ളൊരു എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. പേരെന്തായിരുന്നു? ഓക്കെ, താങ്ക് യു സർ. പേരെന്തായിരുന്നു? അമ്മല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഏത് ജില്ലയാണ്? കൊല്ലമാണോ? അല്ല, എക്സാം എഴുതിയത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മാത്സ് അല്ലെങ്കിൽ ഒന്ന് ടഫായിരുന്നു. മാത്സ് അധികം അറ്റൻഡ് ചെയ്തു. മലയാളം എളുപ്പമായിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എളുപ്പമുള്ളായിരുന്നു. കറണ്ട് അഫയേഴ്സ് നമ്മുടെ അല്ലേ എല്ലാം അത്യാവശ്യം. എത്ര കട്ട് ഓഫ് വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? അറിയാത്തോ അല്ലേ? ഓക്കെ, താങ്ക് യു. LDC എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു. ഏത് ജില്ലയായിരുന്നു? കണ്ണൂരാ വെച്ചത്. പേരെന്തായിരുന്നു? റജിൻ. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഈസി അല്ല, എന്നാലും ആവറേജ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രധാന ക്വസ്റ്റ്യനെക്കാട്ടി അപേക്ഷിച്ച് പാടായിരുന്നു. മാത്സ് ഒക്കെ പാടായിരുന്നു. ഓക്കെ. മലയാളം കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൂടുതലായിരുന്നു. ഓക്കെ. ശരി, താങ്ക് യു.